ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ പഴം വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനത് ഒരു പഴത്തുമെന്ന് 8 പീസ് രീതിയിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, വീട്ടിൽ കാണുന്ന പോലെ. അപ്പം ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പോളം മൈദയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി, കൂടുതൽ ചേർക്കരുത് ഏലക്കായ പൊടിച്ചത്, അപ്പോൾ അതിൻ്റെ ഫ്ലേവറാകും കൂടുതലുണ്ടാവുക. അപ്പോൾ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊരു ബാറ്റർ രീതിയിലാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളത് റെഡിയാക്കി എടുക്കേണ്ടത്. അതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ തേങ്ങ ഇതുപോലെ ബ്രൗൺ കളർ കളഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഗ്യാസുമ്മ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തേങ്ങ ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റോളം അത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ഇതൊന്ന് ചൂടായി വരണം, അതിന് വേണ്ടിയിട്ടാണ്. ചൂടായിട്ട് ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസോളം പഴം എടുത്തിട്ട് ആദ്യം മാവിലൊന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ തേങ്ങയിലും കൂടി ഡിപ്പ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് 2 ഭാഗം ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാൻ അത് കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാതും ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി അറിയിക്കണം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബായ്.